ഒരു സാധാരണ രാഷ്ട്രീയ റാലി ഒറ്റ രാത്രി കൊണ്ട് ഒരു ദാരുണമായ ചരിത്രമായി മാറി. 2025 സെപ്റ്റംബർ 27-ന് തമിഴ്നാട്ടിലെ കരൂരിൽ ദളപതി വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിന്റെ റാലിയിൽ 30-ലധികം പേരാണ് മരണപ്പെട്ടത്. തമിഴിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാൻമേഡ് ഡിസാസ്റ്റർ. സ്ത്രീകളും കുട്ടികളും അടക്കം 39 പേരാണ് ഈ ദുരന്തത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. ഇത്രയും വലിയ ദുരന്തത്തിന് പിന്നിൽ എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു സ്റ്റാർ ആണ് ദളപതി വിജയ്. തന്റെ സിനിമാ കരിയർ അത്രത്തോളം പീക്കിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വലിയ തീരുമാനം വിജയ് എടുക്കുന്നത്. സിനിമ വിടുന്നു, രാഷ്ട്രീയത്തിൽ സജീവമാവുന്നു. ഇതിന്റെ ഭാഗമായി ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു, തമിഴക വെട്രിക്കഴകം. വിജയുടെ കടുത്ത തീരുമാനത്തെ ആരാധകരിൽ ചിലരും വിമർശിച്ചിരുന്നു. ആരാധകർ ഇങ്ങനെയാണെങ്കിൽ എതിർ പാർട്ടിക്കാരെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സിനിമയ്ക്കുള്ളിൽ വിജയ്ക്ക് അനുകൂലമായിരുന്നവർ പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടെ ശത്രുക്കളായി മാറി. സിനിമയല്ല രാഷ്ട്രീയം, അതുകൊണ്ട് തന്നെ വിജയ് ഫീൽഡിൽ സർവൈവ് ചെയ്യില്ലെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. എന്നാൽ ആ ധാരണ മാറ്റിക്കൊണ്ട് ടിവിയുടെ ആദ്യ സമ്മേളനം നടന്നു. അത് വൻ വിജയമായി. ആരും പ്രതീക്ഷിക്കാത്തത്ര ക്രൗഡ് ടിവിക്ക് വേണ്ടി കൂടി വന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ടിവിക്ക് വേണ്ടി വന്നു. ആദ്യ സമ്മേളനം അങ്ങനെ വലിയൊരു വിജയമായി. അതിനുശേഷം ടിവിയുടെ രണ്ടാമത്തെ സമ്മേളനവും വലിയ വിജയമായി മാറി. രാഷ്ട്രീയത്തിൽ എംജിആറിന് ശേഷം ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതാവായി വിജയ് മാറി. അങ്ങനെ വിജയ് തന്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. 2026 തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ വിജയ് മത്സരിക്കും. അങ്ങനെ വിജയ് അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത കൂടി നിൽക്കുമ്പോഴാണ് എല്ലാം തകിടമറിച്ചുകൊണ്ട് ഈ ദുരന്തം സംഭവിക്കുന്നത്. ടിവിക്കയുടെ ശക്തി പ്രചാരണത്തിന്റെ ഭാഗമായി വിജയ് ഒരു വലിയ റാലി സംഘടിപ്പിച്ചു. വിജയ് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ക്രൗഡ് കൂടും. അതുകൊണ്ട് കരൂരിൽ റാലിക്കായി വിജയ് ഒരു സ്ഥലം ആവശ്യപ്പെട്ടു. ഒരുപാട് ആൾക്കാർ കൂടുന്നത് കൊണ്ട് തന്നെ തിങ്ങി നിറയാതിരിക്കാൻ വലിയൊരു മൈതാനം വിജയ് ആവശ്യപ്പെട്ടു. എന്നാൽ വലിയ സമ്മേളനങ്ങൾക്ക് മാത്രം വിട്ടുകൊടുക്കുന്ന ആ സ്ഥലത്തിന് സർക്കാർ അനുമതി നൽകിയില്ല. സർക്കാർ അനുമതി നൽകിയ സ്ഥലമാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് കൂടാൻ പറ്റാത്തതായ സ്ഥലം. ക്രൗഡ് കൂടുതലായാൽ ആ ഏരിയക്ക് അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് ആദ്യമേ മനസ്സിലായതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ അനുമതി വാങ്ങിയെങ്കിലും മതിയായ ഫോഴ്സിനെ സർക്കാർ വിട്ടു നൽകിയില്ല. അങ്ങനെ 2025 സെപ്റ്റംബർ 27 വൈകിട്ടുള്ള റാലിക്ക് ഉച്ചയായപ്പോഴേ ക്രൗഡ് കൂടി വന്നു. കടുത്ത ചൂടിലും അത്രയും ആൾക്കാർ വിജയ്ക്ക് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ 5 മണി മുതൽ പരിപാടി ആരംഭിച്ചു. ഇപ്പോഴേ ക്രൗഡ് കൺട്രോൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കൈവിട്ട് പോയിരുന്നു. 5000 പേരെ നിയന്ത്രിക്കാനുള്ള ഫോഴ്സ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ച ക്രൗഡ് 10,000 മുതൽ 20,000 വരെ ആണെങ്കിലും 50,000-ന് മുകളിൽ ക്രൗഡ് പെരുകി. അപ്പോഴേക്കും കാര്യം കൈവിട്ട് പോയിരുന്നു. വിജയ് വന്നപ്പോഴേക്കും ക്രൗഡ് ഇളകി മറഞ്ഞു. ഇടുക്ക് മൈതാനത്ത് സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത അളവിലേക്ക് ക്രൗഡ് പെരുകി തിങ്ങി നിറഞ്ഞു. ഒരാൾക്ക് മതിയ അളവിൽ ഓക്സിജൻ പോലും കിട്ടാത്തത്ര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഉച്ച മുതൽ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാതെയാണ് ഒരുപാട് പേര് അവിടെ കൂടിയിരുന്നത്. പലർക്കും നിൽക്കാൻ ബാലൻസ് കിട്ടാതെ ദേഹം കൊഴിഞ്ഞു വീഴുകയും വീണവരുടെ മുകളിലേക്ക് മറ്റുള്ളവർ വീഴുകയും ചെയ്തു. അങ്ങനെ സംഭവം കൂടുതൽ വഷളായപ്പോ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ മുമ്പിലുള്ളവരെ തള്ളി മുന്നോട്ട് ആഞ്ഞു നടക്കാൻ നോക്കി. അത് കൂടുതൽ പ്രശ്നമായി. ഒരുപാട് ആൾക്കാർ താഴെ വീഴുകയും മറ്റുള്ളവരുടെ ചവിട്ട് കൊള്ളുകയും ചെയ്തു. ഈ മരിച്ചവരിൽ കൂടുതൽ ആൾക്കാരും തിരക്കിനിടയിൽപ്പെട്ട് മറ്റുള്ളവരുടെ ചവിട്ട് കൊണ്ടാണ് മരിച്ചത്. ക്രൗഡ് അത്രത്തോളം വീക്ക് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു വഴിയില്ലാതെ ജീവൻ രക്ഷിക്കാൻ വിജയോട് വെള്ളം ചോദിക്കുന്നതും വിജയ് വെള്ളം കൊടുക്കുന്നതും കാണാം. അത്ര ആൾക്കാർക്ക് വേണ്ട മെഡിസിനോ എമർജൻസി സപ്പോർട്ടോ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. സ്പീച്ച് നടക്കുമ്പോഴും പോലീസ് മതിയായ പ്രൊട്ടക്ഷൻ തരാത്തതിന് വിജയ് അവരെ പഴിക്കുന്നുണ്ടായിരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ, എമർജൻസി സപ്പോർട്ട് വൈകിയതാണ് കൂടുതൽ മരണങ്ങൾക്കും കാരണമായത്. പിന്നെ രക്ഷാപ്രവർത്തന സമയത്തെ പവർ കട്ടും കാര്യം കൂടുതൽ വഷളാക്കി. അങ്ങനെ തമിഴ്നാടിന്റെ ചരിത്രത്തിലെ വലിയൊരു കറുത്ത ദിനമായി സെപ്റ്റംബർ 27 മാറി. ഈ സംഭവത്തോടുകൂടി വിജയുടെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് വിജയെ ഒട്ടും അനുകൂലിക്കാൻ പറ്റത്തില്ല. കാര്യം ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുത്തില്ലെങ്കിൽ ഇത്രയും ചെറിയ സ്ഥലത്ത് വിജയ് പരിപാടി നടത്തരുതായിരുന്നു. കാര്യം ഭരിക്കുന്ന പാർട്ടി എതിർത്ത് അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ വിജയ് ഓർക്കണമായിരുന്നു, വീണ കുഴിവെട്ടി മൂടാൻ കാത്തിരിക്കുന്ന ആൾക്കാർ ചുറ്റിനും ഉണ്ടെന്ന്. പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാർ കൂടിയപ്പോഴും സ്ഥലം തരാതിരുന്നപ്പോഴും മതിയായ പ്രൊട്ടക്ഷൻ ഇല്ലാത്തപ്പോഴും ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇത്ര റിസ്ക് എടുക്കായിരുന്നു. ശരിക്കും ഇത് വലിയൊരു ട്രാപ്പായിരുന്നു. ആ ട്രാപ്പിൽ കറക്റ്റ് ആയിട്ട് വിജയ് ചെന്ന് വീണ് കൊടുത്തു. മറ്റുള്ളവർ ഈ അവസരം നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. വിജയേക്കാൾ ഗോഡ് ലെവൽ അഭിനയൊക്കെ ഇപ്പൊ കാണാം. ഇപ്പൊ നാട്ടുകാർക്ക് നല്ലതീയം വന്നിട്ട് അങ്ങനെയുടെ ലൈഫും കൊണ്ട് കളഞ്ഞു. പുള്ളി ശരിക്കും ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. പണിപ്പാളിയെന്ന് മനസ്സിലായപ്പോഴേ പുള്ളിയുടെ കിളി പോയി. പുള്ളി ശരിക്കും തകർന്നു പോയി കാണാം. അറിഞ്ഞോ അറിയാതെ എന്തോ പുള്ളിയും കുറ്റക്കാരനാണ്. ഇത്രയും പേരുടെ മരണത്തിന് എന്തായാലും സമാധാനം പറഞ്ഞേ മതിയാവും. രാഷ്ട്രീയം അത് സിനിമ പോലെയല്ല, അത് വേറൊരു ലോകം. അവിടെ വില്ലനാണ് ഹീറോ. വില്ലനെ ജയിക്കൂ, ജയിപ്പിക്കൂ, ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും.
ഇപ്പൊ ഒരു വിജയ് സിനിമയെക്കാളും സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് വിജയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.